നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് +2 തുല്യത 2024 നടന്ന പൊതുപരീക്ഷയുടെ സോഷ്യോളജി ചോദ്യപേപ്പർ വിശകലനം രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കണ്ട് പഠിക്കുക. 24 മുതൽ 30 വരെയുള്ള ചോദ്യോത്തരങ്ങളാണ് രണ്ടാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. 24 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ്. 6 സ്കോർ വീതമാണ്. 24ാമത്തെ ചോദ്യം, ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം എന്താണെന്ന് പരിശോധിക്കുക. ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം എന്താണെന്ന് പരിശോധിക്കുക. ഇത് ഭാഗം 1 പേജ് നമ്പർ 29 നോക്കുക. ഒരു സമൂഹത്തിലെ ജനസംഖ്യയുടെ ജനനനിരക്കിലും മരണനിരക്കിലും കാലാനുസൃതമായി സംഭവിക്കുന്ന മാറ്റങ്ങൾ വിവരിക്കുന്ന ഒരു സിദ്ധാന്തമാണിത്. ഉയർന്ന ജനന മരണ നിരക്കിൽ നിന്നും താഴ്ന്ന ജനന മരണ നിരക്കിലേക്കുള്ള പരിവർത്തനമാണ് ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. ജനസംഖ്യാ വളർച്ച സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ഒന്നാണെന്ന് ഈ സിദ്ധാന്തം വാദിക്കുന്നതിനോടൊപ്പം ഓരോ സമൂഹവും ജനസംഖ്യ വർധനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക വികസന മാതൃകയാണ് പിന്തുടരുന്നതെന്നും ഈ സിദ്ധാന്തം പറയുന്നു. ഇതിന്റെ ഉപജ്ഞാതാവ് വോറൻ തോംസൺ ആണ്. 1929 ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ജനസംഖ്യാ വളർച്ച പ്രധാനമായും 3 അടിസ്ഥാന ഘടകങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്, അത് നോക്കാം. ഒന്നാമത്തെ ഘട്ടം അല്പവികസിതവും സാങ്കേതിക പിന്നാക്കാവസ്ഥയിലുള്ള സമൂഹം, ഉയർന്ന ജനന നിരക്കും മരണനിരക്കും, കുറഞ്ഞ ജനസംഖ്യാ വളർച്ചാ നിരക്ക്. രണ്ടാമത്തെ ഘട്ടം പരിവർത്തനാത്മക ഘട്ടം, സാങ്കേതിക വിദ്യയിൽ പുരോഗതി പ്രാപിക്കാൻ തുടങ്ങുന്ന സമൂഹം, ഉയർന്ന ജനന നിരക്കും താഴ്ന്ന മരണനിരക്കും, ഉയർന്ന ജനസംഖ്യാ വളർച്ചാ നിരക്ക്. മൂന്നാമത്തെ ഘട്ടം വികസിത വ്യവസായവൽകൃത സമൂഹം, താഴ്ന്ന ജനന നിരക്കും മരണനിരക്കും, താഴ്ന്ന ജനസംഖ്യാ വളർച്ചാ നിരക്ക്. 25ാമത്തെ ചോദ്യം, ആഗോളവൽക്കരണം റേഡിയോയെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് തിരിച്ചറിയുക. ആഗോളവൽക്കരണം റേഡിയോയെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് തിരിച്ചറിയുക. ഇത് ഭാഗം 2 പേജ് നമ്പർ 136. ആഗോളവൽക്കരണം റേഡിയോയെ വിവിധ മേഖലകളിൽ കാര്യമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കൂടാതെ അതിന്റെ സ്വഭാവത്തിലും പ്രവർത്തന രീതിയിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ആഗോളവൽക്കരണത്തിന്റെ പ്രഭാവം റേഡിയോയെ ദേശീയ അതിരുകൾ കടന്ന് ആഗോള മാധ്യമമായി മാറ്റി. വിവിധ സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സംഗീതം, ഭാഷ, വാർത്താ വിതരണ രീതികൾ, കലയിലുള്ള വൈവിധ്യം തുടങ്ങിയവ റേഡിയോ വഴി ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളിലേക്ക് എത്തി. ഇന്റർനെറ്റ് ടെക്നോളജിയുടെ സഹായത്തോടെ ഓൺലൈൻ റേഡിയോകളും പോഡ്കാസ്റ്റുകളും കൂടുതൽ പ്രചാരത്തിലായി. സ്വകാര്യ ഉടമസ്ഥതയിൽ FM സ്റ്റേഷനുകൾ രൂപീകൃതമായത് റേഡിയോ രംഗത്ത് വിനോദ പരിപാടികളുടെ കടന്നുവരവിന് കൂടുതൽ ഊർജ്ജമേകി. FM ചാനലുകൾ ഇന്ന് യുവാക്കളുടെ ഹരമായി മാറിയിട്ടുണ്ട്. അതുപോലെ വലിയ ആഗോള കമ്പനികളുടെ നിയന്ത്രണം മൂലം വാണിജ്യപരമായ പരസ്യങ്ങൾക്കും വിപണന മൂല്യങ്ങൾക്കുമാണ് മുൻതൂക്കം ലഭിച്ചത്. ഇത് ചിലപ്പോഴൊക്കെ തദ്ദേശീയതയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നു. തദ്ദേശീയ ഭാഷകളെയും സംസ്കാരങ്ങളെയും അവഗണിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. എന്നിരുന്നാലും ആഗോളവൽക്കരണം റേഡിയോയ്ക്ക് കൂടുതൽ സാങ്കേതിക പുരോഗതിയും സാംസ്കാരിക വൈവിധ്യവും സമ്മാനിച്ചു എന്ന് പറയാം. 26ാമത്തെ ചോദ്യം, സതീഷ് സബർവാൾ എന്ന സമൂഹ ശാസ്ത്രജ്ഞൻ നിരീക്ഷിച്ച കൊളോണിയൽ ഇന്ത്യയിലെ സാമൂഹിക മാറ്റത്തിന്റെ 3 വശങ്ങൾ വിശദമാക്കുക. സതീഷ് സബർവാൾ എന്ന സമൂഹ ശാസ്ത്രജ്ഞൻ നിരീക്ഷിച്ച കൊളോണിയൽ ഇന്ത്യയിലെ സാമൂഹിക മാറ്റത്തിന്റെ 3 വശങ്ങൾ വിശദമാക്കുക. ഇത് ഭാഗം 2 പേജ് നമ്പർ 28 നിന്നുമാണ്. കൊളോണിയൽ ഇന്ത്യയിലെ മാറ്റങ്ങളുടെ 3 തലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആധുനിക പശ്ചാത്തലത്തെ വിശദീകരിച്ച സമൂഹ ശാസ്ത്രജ്ഞനാണ് സതീഷ് സബർവാൾ. അദ്ദേഹം അഭിപ്രായപ്പെട്ട സാമൂഹിക മാറ്റത്തിന്റെ 3 വശങ്ങൾ നോക്കാം. ആശയവിനിമയ രീതികൾ, സംഘടനാ രൂപങ്ങൾ, ആശയങ്ങളുടെ സ്വഭാവം. ആശയവിനിമയ രീതികൾ നോക്കാം. നൂതന സാങ്കേതിക വിദ്യകൾ ആശയവിനിമയ രീതികളുടെ വേഗത വർദ്ധിപ്പിച്ചു. അച്ചടിയന്ത്രം, ടെലഗ്രാഫ്, മൈക്രോഫോൺ, ആവിക്കപ്പലുകൾ, റെയിൽവേ എന്നിവ പുതിയ ആശയങ്ങൾ അതിവേഗം പ്രചരിപ്പിക്കുവാൻ സഹായിച്ചു. പുതിയ വിനിമയ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ പ്രദേശങ്ങളിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ അവരുടെ ആശയങ്ങൾ പരസ്പരം കൈമാറി. കൂടാതെ
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുവാനും ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും അവർക്ക് സാധിച്ചു. ബംഗാളിലെ കേശവ് ചന്ദ്രസെൻ 1864 മദ്രാസ് സന്ദർശിച്ചതും പണ്ഡിത രമാബായി രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ സന്ദർശിച്ചതും ഇതിനുദാഹരണങ്ങളാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ചിലർ മറ്റ് രാജ്യങ്ങൾ പോലും സന്ദർശിക്കുകയുണ്ടായി. അടുത്തത് സംഘടനാ രൂപങ്ങൾ നോക്കാം. രാജാറാം മോഹൻ റോയ് 1828 സ്ഥാപിച്ച ബ്രഹ്മസമാജം, സ്വാമി ദയാനന്ദ സരസ്വതി 1875 സ്ഥാപിച്ച ആര്യസമാജം, 1914 സ്ഥാപിക്കപ്പെട്ട അഖിലേന്ത്യാ മുസ്ലിം വനിതാ കോൺഫറൻസ് തുടങ്ങി ധാരാളം സാമൂഹ്യ സംഘടനകൾ ഇക്കാലത്ത് രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി പൊതുസമ്മേളനങ്ങൾ നടത്തുകയും പത്രം, വാർത്താപത്രിക തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ആശയങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി അവരുടെ കൃതികൾ മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. മൂന്നാമത്തെ തലമായ ആശയങ്ങളുടെ സ്വഭാവം നോക്കാം. പുതിയ ആശയങ്ങളായ ഉദാരവൽക്കരണവും സ്വാതന്ത്ര്യവും ഇക്കാലത്ത് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു. കുടുംബ രൂപീകരണത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ള പുത്തൻ ആശയങ്ങൾ ഉയർന്നു വന്നു. സംസ്കാരത്തിലും പാരമ്പര്യത്തിലും സ്വാഭിമാനം അഥവാ ആത്മബോധം വളർത്തുന്നതിനെ കുറിച്ചും പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. വിദ്യാഭ്യാസത്തിന്റെ മൂല്യത്തിന് വലിയ പ്രാധാന്യം നൽകി. പ്രാചീന പൈതൃകം നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനികതയുടെ പാത തിരഞ്ഞെടുക്കുക എന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായി തീർന്നു. സ്ത്രീ വിദ്യാഭ്യാസം എന്ന ആശയം വ്യാപകമായും തീക്ഷ്ണമായും ചർച്ച ചെയ്യപ്പെട്ടു. 1848 ജ്യോതിബ ഫുലെയും ഭാര്യ സാവിത്രിബായിയും ചേർന്നാണ് ഇന്ത്യയിലെ പെൺകുട്ടികൾക്കായുള്ള ആദ്യത്തെ സ്കൂൾ പൂനെയിൽ ആരംഭിച്ചത്. ആധുനികവും പരമ്പരാഗതവുമായ ആശയങ്ങളെ അവലംബിച്ചുകൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തെ സാധൂകരിക്കുവാൻ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശ്രമിച്ചു. പാരമ്പര്യം, ആധുനികത എന്നിവയുടെ അർത്ഥങ്ങളെക്കുറിച്ച് അവർ സംവാദങ്ങൾ നടത്തുകയുണ്ടായി. 19ാം നൂറ്റാണ്ടിലെ പരിഷ്കർത്താക്കൾ നിലവിലുള്ള അനാചാരങ്ങളെയും അർത്ഥശൂന്യമായ പാരമ്പര്യങ്ങളെയും ചോദ്യം ചെയ്യുകയും പരമ്പരാഗതമായ ആശയങ്ങൾക്ക് പുനർവ്യാഖ്യാനം നൽകാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ സാമൂഹ്യ വിപ്ലവത്തിന്റെ ഒരു പുതിയ യുഗത്തിന് അവർ തുടക്കം കുറിച്ചു. 27ാമത്തെ ചോദ്യം, MSA റാവു നിരീക്ഷിച്ച നാഗരിക സ്വാധീനത്തിന്റെ 3 വ്യത്യസ്ത സാഹചര്യങ്ങൾ വിശദീകരിക്കുക. MSA റാവു നിരീക്ഷിച്ച നാഗരിക സ്വാധീനത്തിന്റെ 3 വ്യത്യസ്ത സാഹചര്യങ്ങൾ വിശദീകരിക്കുക. ഭാഗം 2 പേജ് നമ്പർ 18 നോക്കുക. MSA റാവു ഇന്ത്യയിലെ പ്രശസ്ത സമൂഹ ശാസ്ത്രജ്ഞനാണ്. നഗര സമൂഹശാസ്ത്രം ഗവേഷണ മേഖലയായിരുന്ന അദ്ദേഹം നാഗരികതയും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനങ്ങളും സംബന്ധിച്ച് നിരവധി പഠനങ്ങൾ നടത്തി. നാഗരിക സ്വാധീനത്തിന്റെ വ്യത്യസ്ത രൂപങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയത് ഇന്ത്യയിലെ സാമൂഹിക പരിവർത്തനത്തെ ആഴത്തിൽ തിരിച്ചറിയാനുള്ള ശ്രമത്തിലൂടെയാണ്. അദ്ദേഹം വിശദീകരിച്ച 3 വ്യത്യസ്ത സാഹചര്യങ്ങൾ നോക്കാം. ഒന്നാമതായി, ഗ്രാമങ്ങളിലെ നല്ലൊരു വിഭാഗം ജനങ്ങളും തൊഴിലന്വേഷിച്ച് നഗരങ്ങളിലേക്ക് പോകുകയും അവിടെ സ്ഥിര താമസമാകുകയും ചെയ്യുന്നു. വർഷത്തിൽ 4 or 5 തവണയാണ് അവർ നാട്ടിലേക്ക് മടങ്ങുന്നത്. നല്ലൊരു വിഭാഗം വിദേശ രാജ്യങ്ങളിലും കുടിയേറിയിട്ടുണ്ട്. തങ്ങളുടെ ഗ്രാമങ്ങളിൽ അവർ മനോഹരമായ വീടുകൾ നിർമ്മിക്കുകയും ഭൂമിയിലും വ്യവസായത്തിലും പണം നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമൂലം ഈ ഗ്രാമങ്ങൾ ക്രമേണ നാഗരിക സ്വഭാവം കൈവരിക്കുന്നു. രണ്ടാമത്തെ തരത്തിലുള്ള നാഗരിക സ്വാധീനം കാണുന്നത് വ്യാവസായിക നഗരങ്ങൾക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളിലാണ്. ഉദാഹരണത്തിന്, ബിലായ് പോലുള്ള വ്യവസായ നഗരം ഗ്രാമങ്ങൾക്ക് നടുവിൽ ഉയർന്നു വന്നപ്പോൾ ചില ഗ്രാമങ്ങൾ പൂർണ്ണമായും പിഴുതെറിയപ്പെടുകയും മറ്റു ചില ഗ്രാമങ്ങളുടെ ഭൂമി ഭാഗികമായി നഗരത്തിനു വേണ്ടി ഒഴിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഒഴിപ്പിച്ചെടുത്ത ഭൂമിയിലേക്ക് കുടിയേറ്റക്കാരായ തൊഴിലാളികൾ വന്നു ചേരുവാൻ തുടങ്ങി. ഇത് വീടുകൾക്ക് ആവശ്യകത വർദ്ധിപ്പിച്ചു. ഗ്രാമത്തിൽ വിപണിയുടെ ആവശ്യകതയുണ്ടായി. ഒപ്പം കുടിയേറ്റക്കാരും തദ്ദേശീയരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായും വന്നു. മൂന്നാമത്തെ സാഹചര്യം, മെട്രോപൊളിറ്റൻ നഗരങ്ങളുടെ വളർച്ച സമീപ ഗ്രാമങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ്. ഇതിനായി ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ചിലത് പൂർണ്ണമായും നഗരങ്ങളോട് ചേർക്കപ്പെട്ടപ്പോൾ മറ്റിടങ്ങളിൽ അധിവാസ പ്രദേശങ്ങൾ ഒഴികെയുള്ള ഭൂമി മുഴുവൻ നഗരവികസനത്തിനായി ഏറ്റെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അടുത്തത് 28 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരമെഴുതുവാനാണ്. 8 സ്കോർ വീതമാണ്. 28ാമത്തെ ചോദ്യം, പഞ്ചായത്തി രാജിന്റെ ത്രിതല ഘടനയെപ്പറ്റി വിവരിക്കുക. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വിശദീകരിക്കുക. പഞ്ചായത്തി രാജിന്റെ ത്രിതല ഘടനയെപ്പറ്റി വിവരിക്കുക. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വിശദീകരിക്കുക. ഭാഗം 2 പേജ് നമ്പർ 50 മുതൽ 52 വരെ നോക്കുക. 20 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും 1992 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു ത്രിതല പഞ്ചായത്ത് സമ്പ്രദായം വ്യവസ്ഥ ചെയ്യുന്നു.
ഓരോ 5 വർഷം കൂടുമ്പോഴും നിർബന്ധമായും തെരഞ്ഞെടുപ്പ് നടത്തണം. സംവരണത്വം പാലിക്കണം. ത്രിതല പഞ്ചായത്തുകളുടെ അടിസ്ഥാന ഘടകം ഗ്രാമസഭകളാണ്. ഒരു ഗ്രാമത്തിലെ എല്ലാവരും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. ഈ പൊതുസഭയാണ് പ്രാദേശിക ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നത്. വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്ന വേദി കൂടിയാണ് ഗ്രാമസഭ. പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിലെ ഗ്രാമീണ സ്വയംഭരണ സംവിധാനമാണ്. ഇതിന്റെ ത്രിതല ഘടന എന്നത് വളരെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഈ ത്രിതല ഘടനയെ അടിസ്ഥാനമാക്കി പഞ്ചായത്തി രാജ് 3 തലങ്ങളിലായി പ്രവർത്തിക്കുന്നു. ഇതിന്റെ താഴത്തെ തലം ഗ്രാമപഞ്ചായത്ത്, മധ്യതലം ബ്ലോക്ക് പഞ്ചായത്ത്, ഉന്നത തലം അഥവാ മുകളിലത്തെ തലം ജില്ലാ പഞ്ചായത്ത്. ഇതാണ് ത്രിതല ഘടന. എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ ടെക്സ്റ്റ് ബുക്കിൽ 50-ാമത്തെ പേജിൽ ഒരു പിരമിഡ് രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. ഈ ത്രിതല ഘടനയുടെ അടിസ്ഥാനത്തിൽ ഭരണാധികാരം താഴെ തലത്തിലേക്ക് കൈമാറി ഗ്രാമീണ ജനതയെ നേരിട്ട് ഭരണത്തിൽ പങ്കെടുപ്പിക്കുകയാണ് ലക്ഷ്യം. ഇനി പഞ്ചായത്തിന്റെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നോക്കാം. സാമ്പത്തിക പുരോഗതിക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കുക, സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക, നികുതികൾ, തീരുവകൾ, ടോളുകൾ, ഫീസുകൾ എന്നിവ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുക, പ്രാദേശിക അധികാരികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് പോലുള്ള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങളിൽ സഹായിക്കുക, പൊതു ശ്മശാനങ്ങൾ സംരക്ഷിക്കുക, ജനന മരണ രജിസ്റ്ററുകൾ സൂക്ഷിക്കുക, മാതൃ ശിശുക്ഷേമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, കുടുംബാസൂത്രണത്തെ പ്രോത്സാഹിപ്പിക്കുക, കാർഷിക രംഗത്ത് ആവശ്യമായ പ്രോത്സാഹനവും പദ്ധതികളും നടപ്പിലാക്കുക, റോഡുകൾ, പൊതു കെട്ടിടങ്ങൾ, പൊതുകിണറുകൾ, ടാങ്കുകൾ, സ്കൂളുകൾ എന്നിവ നിർമ്മിക്കുക, കുടിൽ വ്യവസായവും ചെറുകിട ജലസേചന പദ്ധതികളും പ്രോത്സാഹിപ്പിക്കുക, IRDP, ICDS എന്നീ പദ്ധതികൾക്ക് മേൽനോട്ടം വഹിക്കുക. അടുത്തത് 29-ാമത്തെ ചോദ്യമാണ്. ഹരിത വിപ്ലവം എന്നാൽ എന്ത്? ഹരിത വിപ്ലവത്തിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വിവരിക്കുക. ഹരിത വിപ്ലവം എന്നാൽ എന്ത്? ഹരിത വിപ്ലവത്തിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വിവരിക്കുക. ഭാഗം 2-ലെ പേജ് നമ്പർ 67-68 നോക്കുക. ഹരിത വിപ്ലവം എന്നത് 1960-കളിൽ ഉണ്ടായ ഭക്ഷ്യ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി 1960-കളിലും 70-കളിലും ഗവൺമെന്റ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പരിപാടിയാണ്. ജലസേചന സൗകര്യങ്ങൾ കൂടുതലുള്ള പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളിലാണ് ഈ കാർഷിക പരിപാടി ആദ്യമായി നടപ്പിലാക്കിയത്. കൃഷിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഗവൺമെന്റ് സങ്കരവിത്തുകൾ, കീടനാശിനികൾ, രാസവളങ്ങൾ എന്നിവ സഹായ വിലയ്ക്ക് കർഷകർക്ക് നൽകുകയും കാർഷിക വായ്പകൾ അനുവദിക്കുകയും ചെയ്തു. ഇങ്ങനെ കർഷകർ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നിശ്ചിത വിലയ്ക്ക് വാങ്ങാമെന്ന് ഗവൺമെന്റ് ഉറപ്പു നൽകി. കൂടാതെ പുതിയ സാങ്കേതിക വിദ്യകൾ, യന്ത്രസാമഗ്രികൾ, പുതിയ ജലസേചന രീതികൾ എന്നിവ ഉപയോഗപ്പെടുത്തി. ഈ നടപടികളായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാനം. ഭക്ഷ്യധാന്യങ്ങളുടെ കുറവ് മൂലം ഇന്ത്യ അനുഭവിച്ചിരുന്ന ഭക്ഷ്യസുരക്ഷാ പ്രശ്നം പരിഹരിക്കുക, കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കൽ തുടങ്ങിയവയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. ഇനി ഹരിത വിപ്ലവത്തിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ നോക്കാം. ഹരിത വിപ്ലവം ഇടത്തരം കർഷകർക്കും വൻകിട കർഷകർക്കും മാത്രമാണ് പ്രയോജനപ്പെട്ടത്. ചെറുകിട കർഷകർക്ക് അതിന്റെ ഗുണഫലങ്ങൾ ലഭിച്ചില്ല. ചെലവേറിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന് ചെറുകിട കർഷകർക്ക് സാധിച്ചില്ല. പുതിയ വിത്തിനങ്ങളും രാസവളങ്ങളും വാങ്ങുവാനുള്ള പണം ചെറുകിട കർഷകർക്ക് ഉണ്ടായിരുന്നില്ല. തന്മൂലം അസമത്വങ്ങൾ രൂപം കൊണ്ടു. വൻകിട കർഷകർ വിപണിയെ ലക്ഷ്യമാക്കി ഉൽപാദനം നടത്തിയപ്പോൾ ചെറുകിട കർഷകർ ഉപജീവന കൃഷി മാത്രമായിരുന്നു ചെയ്തിരുന്നത്. സമ്പന്ന കർഷകർ കൃഷിയിൽ നിന്നും വൻ ലാഭമുണ്ടാക്കി. എന്നാൽ ദരിദ്ര കർഷകർ ദരിദ്രരായി തന്നെ തുടർന്നു. കുടിയാന്മാരെ കൃഷിഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിന് ഇടവരുത്തി. ഉഴവ്, മെതി, കൊയ്ത്ത് എന്നീ സേവന ജോലികൾ യന്ത്രങ്ങൾ ഏറ്റെടുത്തു. ഇത്തരം സേവന ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ തൊഴിൽ നഷ്ടമായതോടെ നഗരങ്ങളിലേക്ക് കുടിയേറി. ഇതിലൂടെ ഗ്രാമനഗര കുടിയേറ്റം വർദ്ധിക്കുകയും ചെയ്തു. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയുണ്ടായി. തൊഴിലാളികൾക്ക് കൂലി സാധനങ്ങൾക്ക് പകരം പണമായി നൽകുവാൻ തുടങ്ങി. ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം താരതമ്യേന വരണ്ടതും ജലലഭ്യത കുറഞ്ഞതുമായ പ്രദേശങ്ങളിലാണ് നടപ്പിലാക്കിയത്. കൃത്രിമ ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയതിലൂടെ കൃഷിയുടെ വാണിജ്യവൽക്കരണം സാധ്യമായി.
വിപണിയെ ലക്ഷ്യമാക്കിയുള്ള ഉൽപാദനത്തിന് പ്രോത്സാഹനം ലഭിച്ചു. പല വിളകളുടെ ഉൽപാദനം ഏകവിള കൃഷിക്ക് വഴിമാറി. ഇതോടെ കർഷകർ പുതിയ പ്രതിസന്ധികൾ നേരിടുവാൻ തുടങ്ങി. ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും വിളനാശവും കർഷകരെ സാമ്പത്തികമായി തകർത്തു. പ്രാദേശിക അസമത്വങ്ങൾക്ക് വഴിയൊരുക്കി. ചില പ്രദേശങ്ങളിൽ പുരോഗതിയും വികസനവും ഉണ്ടായി. എന്നാൽ മറ്റു ചില പ്രദേശങ്ങൾ മുരടിച്ചു പോവുകയാണ് ഉണ്ടായത്. ബീഹാർ, രാജ്യത്തിന്റെ കിഴക്ക് ഭാഗങ്ങൾ, കിഴക്കൻ ഉത്തർപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ ഫ്യൂഡൽ കാർഷിക ഘടന മാറ്റമില്ലാതെ തന്നെ തുടർന്നു. പരമ്പരാഗത കൃഷിരീതികൾ ഉപയോഗശൂന്യമായി. ജനിതക മാറ്റം വരുത്തിയ വിളകളും വീര്യം കൂടിയ കീടനാശിനികളും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കി. അതുമൂലം ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ക്യാൻസറിനും വരെ കാരണമാകുന്നുണ്ട്. അടുത്തത് 30ാമത്തെ ചോദ്യമാണ്. സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുക. സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ വിവരിക്കുക. സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുക. സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ വിവരിക്കുക. ഭാഗം 2 പേജ് നമ്പർ 144 മുതൽ 48 വരെയുള്ള പേജുകൾ നോക്കുക. സാമൂഹ്യ പ്രസ്ഥാനം എന്നത് ഒരു സമൂഹത്തിൽ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ മാറ്റമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു വിഭാഗം ജനങ്ങൾ നടത്തുന്ന ആസൂത്രിതവും സംഘടിതവുമായ ശ്രമങ്ങളാണ്. ഓരോ സാമൂഹ്യ പ്രസ്ഥാനത്തിനും അവയുടേതായ പ്രത്യേകതകളും ലക്ഷ്യങ്ങളുമുണ്ട്. സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ പൊതുവായ ചില സവിശേഷതകൾ നോക്കാം. സുസ്ഥിരവും സംഘടിതവുമായ പ്രവർത്തനം, പൊതുവായ ലക്ഷ്യം, പൊതുവായ പ്രത്യയശാസ്ത്രം, മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു, സംഘാടനം, നേതൃത്വം, വ്യവസ്ഥാപിത ഘടന, ദീർഘകാലം നിലനിൽക്കുന്നു. ഇനി സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ നോക്കാം. ഒന്നാമതായി ആപേക്ഷിക അപഹരണ സിദ്ധാന്തം നോക്കാം. ഒരു സാമൂഹ്യ വിഭാഗം മറ്റുള്ളവരെക്കാൾ മോശമാണ് തങ്ങളുടെ അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോഴാണ് സാമൂഹ്യ സംഘർഷം ഉണ്ടാകുന്നതെന്ന് ആപേക്ഷിക അപഹരണ സിദ്ധാന്തം സമർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള സംഘർഷം സംഘടിതമായ പ്രതിഷേധത്തിന് കാരണമാകും. അപഹരണബോധം പോലെ തന്നെ പ്രധാനമാണ് നേതൃത്വവും സംഘാടനവും. ഇവ രണ്ടും ഏതൊരു സാമൂഹ്യ പ്രസ്ഥാനത്തിന്റെയും അവിഭാജ്യ ഘടകങ്ങളാണ്. അടുത്തത് മാൻഗറോൾസന്റെ സിദ്ധാന്തം. സ്വാർത്ഥ താല്പര്യം പിന്തുടരുന്ന യുക്തിബോധമുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങളാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമെന്ന് ഓൾസൺ വാദിച്ചു. സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ പങ്കാളിയാവണമെങ്കിൽ വ്യക്തിക്ക് നഷ്ടത്തേക്കാൾ കൂടുതൽ ലാഭമുണ്ടായിരിക്കണമെന്നും അദ്ദേഹം സമർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ദ ലോജിക് ഓഫ് കളക്റ്റീവ് ആക്ഷൻ എന്ന പുസ്തകത്തിലൂടെയാണ് ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത്. അടുത്തത് വിഭവ സമാഹരണ സിദ്ധാന്തമാണ്. സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനം വിഭവങ്ങൾ സമാഹരിക്കുന്നതിനുള്ള കഴിവാണെന്ന് ഈ സിദ്ധാന്തം സമർത്ഥിക്കുന്നു. നേതൃത്വം, സംഘാടന പാഠവും വിനിമയ സൗകര്യങ്ങൾ എന്നിവയാണ് വിഭവങ്ങളിൽ ഉൾപ്പെടുന്നത്. മെക്കാർത്തി, സാൾഡ് എന്നീ ചിന്തകരാണ് വിഭവ സമാഹരണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ. സോഷ്യോളജി ചോദ്യപേപ്പർ വിശകലനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ 1ാം ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതും കൂടി കണ്ട് പഠിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ചോദ്യോത്തര വിശകലനം ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.